ഇതെന്ത് ജോലിയാ സാറേ നിങ്ങളുടെ? ഇന്നലെയാണെങ്കിൽ വന്നില്ല, മിനിയാന്ന് പകല് മുഴുവൻ കിടന്നുറങ്ങി. ഇങ്ങനെയായി ശരിയാവില്ല. സാർ ഒരു കല്യാണം കഴിക്കണം. കല്യാണം ഒന്നും എനിക്ക് പറഞ്ഞിട്ടില്ല എന്റെ ജാനകിയമ്മേ. ആരും പറയണ്ട. എന്തായാലും ഞാൻ സാറിനെ കാണാൻ തുടങ്ങിയിട്ട് കുറെ കാലായില്ലേ. ഓളത്തിലിട്ട പൊങ്ങുതടി പോലെയുള്ള സാറിന്റെ ഈ പോക്ക് അങ്ങ് നിർത്തണം. സാറാ സുരേന്ദ്രൻ വക്കീലിന്റെ മോളെ കണ്ടിട്ടുണ്ട്. നല്ല കുട്ടിയാ, നല്ലോണം പഠിപ്പുണ്ട്. സാറിന് ചേരും. ഞാനൊന്ന് അന്വേഷിക്കട്ടെ. എന്നെ കല്യാണം കഴിപ്പിച്ചേ തീരുമെന്ന് ജാനകിയമ്മക്ക് എന്താ ഇത്ര നിർബന്ധം? പിന്നെ ആരാ സാറേ ഇതൊക്കെ നോക്കാൻ? ബന്ധുക്കളില്ല, നല്ല കൂട്ടുകാരില്ല. ആരും ഇല്ലാതിരിക്കുന്നത് ആ സുഖം. അതില്ലാത്തത് കൊണ്ട് തോന്നുക. ഒരു കല്യാണം കഴിച്ച് 5-6 മക്കളൊക്കെ ആകുമ്പോ ഈ തോന്നലൊക്കെ അങ്ങ് പോവും. അതൊക്കെ ഇനി അടുത്ത ജന്മത്ത് മതി. ജാനകിയമ്മ പോയി കടുപ്പത്തിലൊരു ചായ ഉണ്ടായിക്കൊണ്ടിരും. നിങ്ങൾ ഈ നാട്ടിൽ നിന്ന് സ്ഥലം വിട്ടോളി. എന്തിന്? പോലീസിന്റെ കൈപ്പെട്ടാല്. പോലീസ് ഇല്ലാത്ത നാടുണ്ടോ? എവിടെ പോവാൻ? കുടുങ്ങി. എന്തേ? ഇങ്ങോട്ട് വരുന്നത് ഞാൻ കണ്ടു, അങ്ങനെ വന്നതാ. ഞാൻ ശല്യപ്പെടുത്തല്ലോ. ഇതെന്റെ ഫ്രണ്ടാ ജമാല്. ജമാൽ. ഈ കുട്ടി ആരാ? എന്റെ പേര് ആനി. ആനി. അന്ന് ഞാൻ കാണിച്ച ധൈര്യം ഓർക്കുമ്പോ. എന്ന്? ടോണിക്ക് എവിടെ ജോലി? ടോണി? അതെ, ടോണി. ലൂയിസ് എന്നുള്ള എന്റെ സെക്കൻഡ് നെയിം ആണല്ലോ. ലൂയിസാ? എന്റെ മുഴുവൻ പേര് ടോണി ലൂയിസ് ആണെന്ന് അറിയില്ലല്ലേ? ഞാൻ കസ്റ്റംസിലാണ്. ഞങ്ങൾ കുറച്ച് സംസാരിക്കാനുണ്ട്. വരൂ. കസ്റ്റംസിലാണല്ലേ? അതെ അതെ, ഞാനിപ്പോഴും ഡ്യൂട്ടി തന്നെ. സംശയം തോന്നിപ്പിക്കുന്ന വല്ല വള്ളമോ ബോട്ടോ കപ്പലോ കണ്ടാൽ ഉടനെ ചേസ് ചെയ്യേണ്ടി വരും. പിന്നെ ഇടി വെടി, പൊതുവെ റിസ്കി ജോബാ. ആനിക്ക് എന്നോട് ദേഷ്യമൊന്നുമില്ല. അന്ന് പേടിച്ചു കാണൂല്ലേ? ഞാനപ്പോ പറഞ്ഞതൊക്കെ അവിവേകമായി എന്ന് തോന്നുന്നുണ്ടോ? മനസ്സിലുള്ളത് പറഞ്ഞില്ലേല് വല്ലാതെ വീർപ്പ് മുട്ടും. അതുകൊണ്ടാ. ടോണി ഇവിടെ താമസിക്കുന്നത്? ഇവിടെ അടുത്താ. നല്ല മനോഹരമായ സായാഹ്നം. ചക്രവാളത്തിന് എന്ത് ചോപ്പ്! ആനയുടെ കവിൾത്തരം പോലെ. എന്തിനാണ് സൂചി പിടിച്ചു തിരിക്കണേ? അത് പൊട്ടിപ്പോയാലോ? ഇത് നടക്കുന്നില്ല. നടക്കുന്നില്ലേ പിടിച്ചു തിരിക്കണോ? താൻ ഏതാ? വാസുദേവൻ സാർ എവിടെ? ഏത് വാസുദേവൻ സാറ്? ഏത് വാസുദേവൻ സാറോ? അപ്പൊ താൻ എങ്ങനെ അകത്ത് കയറി? നിങ്ങളാരാ? പപ്പേട്ടന്റെ ഉമ്മയാ? പപ്പേട്ടനോ? അതാരാ? ഇവൻ പൂട്ട് പൊളിച്ച് അകത്ത് കടന്നതാണോ എന്റെ ഈശ്വര? പപ്പേട്ടാ, പപ്പേട്ടാ. അകത്തുണ്ടായിരുന്നോ? സാറിന്റെ പേര് പപ്പൻ എന്നാണോ? അങ്ങനെ ഒരു പേര് എനിക്കുണ്ട്. കമ്പനി എല്ലാവരും അങ്ങനെ വിളിക്കുക. ഞാനെങ്കിലും പോയി കുറച്ച് ചായ ഉണ്ടാക്കി. ഞാൻ വെള്ളം വെച്ചിട്ടുണ്ട്. ഇത് കൂടെ പണിയെടുക്കുന്ന ആളായിരിക്കും അല്ലേ? അതെ അതെ. അപ്പൊ സാറേ, ഓട്ട് കമ്പനിയിൽ അവിടെയുള്ള ഒരു കളരി ഗുരുക്കലില്ലേ, അയാൾക്കൊരു മോളുണ്ട്. പഠിപ്പധികമില്ല, പക്ഷെ നല്ല ഓരോം തടി. സാറിന് ചേരും. അതൊക്കെ നമുക്ക് പിന്നെ ആലോചിക്കാം. ഇപ്പൊ പോയി ചായ ഉണ്ടാക്കി. ചില്ലറ പണിയൊക്കെ ചെയ്യാൻ പറ്റുന്ന സ്ത്രീയാ. നിങ്ങളെ ശരിക്കുള്ള പേരെന്താ? പപ്പ, വാസുദേവ്, പിന്നെന്താ ലൂയിസാ? ഏത് പേരാ ജമാലിന് ഇഷ്ടം? പേരിനല്ലല്ലോ ഇഷ്ടപ്പെടുക, മനുഷ്യനല്ലേ. ജമാലിനെ കുറിച്ച് കാര്യവിവരമൊക്കെ ഉണ്ടല്ലോ. തന്റെ ബാവൊക്കെ എപ്പോഴാ ഗോവയെന്ന് വരിക? അത് മൂപ്പരുടെ വീട്ടുകാർക്കും അറിയില്ല. ചോറ നമ്മളെ പുരയിലിരുത്തി പൊറപ്പിക്കണില്ല. പെരുന്നാൾ അടുത്തല്ലോ, കുട്ടിയൊക്കെ കോടിക്കുപ്പായം വേണമെന്ന്. അതിനുമുമ്പ് ബാബുക്ക വരാണ്ടിരിക്കില്ല. ഉവയത്ത് നളിയൻ്റെ വിവരമൊന്നും ഇല്ലാത്തതുകൊണ്ട് സൂറയുടെ കരച്ചിലത് വേറെ. നമ്മളിപ്പോൾ എന്താ ചെയ്യുക? അയ്യോ, ഇതൊക്കെ വലിയ വില പിടിച്ചതാ. പിന്നെ വെറുതെ കിട്ടുമോ? അതൊന്നും സാരമില്ല ജമാലെ. ഇത്ര നല്ലതൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്ന ഉമ്മ വഴക്ക് പറയും. ചോറക്കും മക്കൾക്ക് ഓരോ ജോഡി ഉടുപ്പ് മതി, വെറുതെ നിന്നെ പൈസ കളയുന്നത്. ജമാല് ചോദിച്ചിട്ടില്ലല്ലോ ഞാൻ വാങ്ങിച്ചിരുന്നത്. എന്റെ ഇഷ്ടത്തിനല്ലേ. എന്നാലും പൈസ ആരുടെ ആയാലും പൈസ തന്നെയല്ലേ? അതെ. നിങ്ങൾ ബില്ല് എഴുതിക്കോ. ആ ബില്ലൊക്കെ എടുത്ത്.
ഹലോ ഹലോ നിങ്ങളുടെ അല്ലേ? ആ പൂച്ചയ്ക്ക് കൊമ്പ് വളയ്ക്കുമ്പോഴേ നിന്റെ ബാബുക്ക വരുമെന്ന് വെച്ചാ പെരുന്നാളിന് ഈ കുട്ടികളുടെ ഗതി ഇങ്ങനെ തന്നെ. ഞാൻ എന്തോ അമ്മ ചെയ്യേ? യോഗം വേണം, നമ്മക്ക് ആർക്കും അതില്ല. പകല് മുഴുവൻ നോമ്പാന്ന് പറഞ്ഞ് പട്ടിണി കിടക്കാം. മോന്തി ആവുമ്പോ ഞാൻ എൻ്റെ ഒരു ദോസ്തനെ കണ്ട് സംസാരിച്ച് തിരിച്ചു വരുമ്പോഴേക്കും ജമാൽ ദോസ്തനെ കാണാനില്ല. ഞാൻ കുറെ കാത്തുന്നു. ദാ, ഞാനുണ്ടാവും നോമ്പോർക്കാൻ. എന്താ പ്രശ്നം? അല്ല ഇതൊക്കെ കുട്ടികൾക്ക് കുറച്ച് ഉടുപ്പും കുറെ വീട്ടു സാധനങ്ങളൊക്കെ ഉമ്മ. ജമാലിന് ഞാൻ കുറച്ച് പണം കൊടുക്കാനുണ്ടായിരുന്നു, അതിങ്ങനെ മേടിക്കൂട്ടെന്ന് വിചാരിച്ചു. വേഗം അടുക്കളോട്ട് ചെല്ല്, സമയമായി നോമ്പോർക്കാൻ. ചെല്ലടാ. സൂറേന്റെയും കുട്ടികളുടെയും മുഖം കാണാൻ വയ്യാണ്ടിരിക്കുകയായിരുന്നു. പടച്ചോൻ പപ്പേടനെ കാക്കും. എന്നോട് പടച്ചോന്റെ നിലപാട് എന്താണെന്ന് എനിക്കിതുവരെ വ്യക്തമായിട്ടില്ല. പ്രിയപ്പെട്ട നാട്ടുകാരെ, നമ്മുടെ സമൂഹത്തെ കാർന്നു തിന്നുകൊണ്ടിരിക്കുന്ന അഴിമതി എന്ന ദുരന്തം നിർമ്മാർജ്ജനം ചെയ്യുന്നതിന് വേണ്ടി ജനങ്ങളെ ബോധവൽക്കരിക്കാൻ ഇന്ന് കൃത്യം 3 മണിക്ക് അജന്ത ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന സിംബോസിയം ബഹുമാനപ്പെട്ട മന്ത്രി വേളയിൽ ചാണ്ടി ഉദ്ഘാടനം ചെയ്യുന്നു. കള്ളപ്പണത്തിനെതിരെ, കരിഞ്ചന്തക്കെതിരെ വടവാൾ ഉയർത്തുന്ന വേളയിൽ ചാണ്ടി ഇന്ന് കൃത്യം 3 മണിക്ക് നഗരത്തിൽ എത്തിച്ചേരുന്നു. എന്റെ പൊന്നു ലൂസി, ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. നിങ്ങളൊക്കെ വന്നിട്ട് കുറെ നേരം ആയോ? ഇല്ല, സാറിന്ന് വരൂന്ന് അറിഞ്ഞപ്പോ പിന്നെ നന്നായി, വളരെ നന്നായി. സാറിനെ കാണാനും നിവേദനം തരാനും നമ്മുടെ നിയോജക മണ്ഡലത്തിൽ നിന്ന് കുറെ കൃഷിക്കാർ വന്നിട്ടുണ്ട്. അവരോട് നിവേദനങ്ങളൊക്കെ കൊണ്ട് കുഴിച്ചിട്ടിട്ട് എന്തെങ്കിലും കൃഷിക്കാര്യങ്ങളിൽ ശ്രദ്ധിക്കാൻ പറയൂ. ഓ ശരി. കൃഷിക്കാരെ കൊണ്ടുള്ളൊരു ശല്യം. ഇരിക്കൂ. എങ്ങനെ പോണു കാര്യങ്ങളൊക്കെ? ഒരു ദിവസം കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. ഇല്ലേ? ഉവ്വ്. പിന്നെ എന്തിനാ നാട്ടുകാർ ഈ മന്ത്രിസഭയെ കുറ്റപ്പെടുത്തുന്നത്? അതാ എനിക്ക് മനസ്സിലാവാത്തത്. വേളയിൽ ചാണ്ടി അഴിമതിക്കാരനാണ്, കള്ളപ്പണക്കാരനാണ് എന്നൊക്കെയല്ലേ ആരോപണം. അതൊക്കെ ഒന്ന് മാറ്റിയെടുക്കാനാ ഇന്ന് ഈ ചടങ്ങ് സംഘടിപ്പിച്ചത്. അതെന്തായാലും സാറിന്റെ ഇമേജ് വർദ്ധിപ്പിക്കും. ചെറ്റക്കുടിലിൽ ജനിച്ചവൻ ദന്തഗോപുരത്തിൽ എത്തിയത് എങ്ങനെയാന്നാ ചില പട്ടികളുടെ ചോദ്യം. സ്വന്തം പ്രയത്നം കൊണ്ട്. യേശുക്രിസ്തു ജനിച്ചത് കാലിത്തൊഴുത്തിലല്ലേ? ഇന്ന് ലോകം മുഴുവൻ അംഗീകരിക്കപ്പെടുന്ന ആളാ. എങ്ങനെ ഇവിടം വരെ എത്തി? സ്വന്തം പ്രയത്നം കൊണ്ട്. കർത്താവ് വന്നിട്ടുണ്ട്. കർത്താവോ? അതെ, നമ്മുടെ ഗോപിനാഥൻ കർത്താവേ, ആ ഹോട്ടൽ മുതലാളി. ഔ, എന്റെ ജീവൻ പോയി. അയാളോട് തൊട്ട് അപ്പുറത്തെ മുറി പോയി കുത്തിരിക്കാൻ പറ. ഓ, ഞങ്ങൾ എന്നാ താമസിപ്പിക്കുന്നില്ല. സ്പിരിറ്റിന്റെ ലൈസൻസ് ഇപ്രാവശ്യവും. നിങ്ങൾ ധൈര്യമായിട്ട് പൊക്കോ. എന്താ അത്? കൈക്കൂലിയല്ല, ഫണ്ടിലേക്ക്. ഇട്ടോളൂ, മേലേക്ക് മേലിട്ടോളൂ. ഇനി പൊക്കോളൂ. ആ, എല്ലാവരും ഉണ്ടല്ലോ. മിനിസ്റ്ററെ കണ്ടു കഴിഞ്ഞാ? ആ കഴിഞ്ഞു. കൃഷ്ണേട്ടൻ എന്താ താമസിച്ചേ? ഞാൻ അല്പം തിരക്കിലായിരുന്നു. എന്താ രവി, മന്ത്രി എന്ത് പറഞ്ഞു? പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. വന്നേ, ഒരു മിനിറ്റ്. രവി, ഇപ്രാവശ്യമെങ്കിലും വയനാട് റേഞ്ച് എനിക്ക് വിട്ടുതരണം. ലേലമല്ലേ, ആർക്ക് ശ്രമിച്ചു നോക്കാവുന്നല്ലേ ഉള്ളൂ. പോകാം. നമസ്കാരം. നമസ്കാരം. എന്തൊക്കെയാണ്? അകത്തുണ്ടല്ലോ. ഉണ്ട്. ഒന്ന് കാണട്ടെ. ആ ചെല. എത്രയുണ്ട്? 4. നമസ്കാരം. ഓ, താനായിരുന്നു. ഒന്ന് മുട്ടിട്ട് 100 രൂപ. അങ്ങനെ ഒരു ആവശ്യമുണ്ടെന്ന് തോന്നിയില്ല. താ പുറത്തു പോയി നിൽക്ക്, അല്ലെങ്കിൽ വല്ലവരും കൊണ്ട് എഴുന്നള്ളും. ഓ, നാളെ തന്റെ മഞ്ഞപത്രത്തിൽ വരുവോടോ മന്ത്രി വേളയിൽ ചാണ്ടിയുടെ തലയിൽ നോട്ടുകൊണ്ട് അഭിഷേകം എന്നൊക്കെ. ഒന്ന് ചുമ്മാ ഇരു സാറേ. അങ്ങനെ വലുതും ഇന്നേ വരെ എന്റെ പത്രത്തിൽ വന്നിട്ടുണ്ടോ? അങ്ങനെ അങ്ങോട്ട് തീർത്ത് പറയാൻ പറ്റില്ല. താ എനിക്കെതിരായ ചില ഒളിയമ്പുകൾ വിട്ടതൊന്നും ഞാൻ അറിയാതിരുന്നിട്ടില്ല. അല്ല, ഇനി അഥവാ അങ്ങനെ വലുതും വന്നിട്ടുണ്ടെങ്കിൽ അത് വല്ല അച്ചടിപ്പശകായിരിക്കും. അങ്ങനെയുള്ള അച്ചടി പെശക ഈ പെശകെന്ന് പറയുന്നത്. അത് വെച്ച് വലിയ കളി കളിക്കണ്ട. അതൊക്കെ പോട്ടെ, എങ്ങനെയുണ്ടോ തന്റെ പത്രത്തിന്റെ ഓട്ടം? 500 1000 അത് ഒരെണ്ണോ? അയ്യോ, 1 ലക്ഷം കവിയും. തുടങ്ങിയിട്ട് ഇന്ന് വരെയുള്ള കണക്കല്ല ഞാൻ ചോദിച്ചത്. ഓ,
സാറിന്റെ ഒരു തമാശ. എടോ അമ്പലക്കള്ള, തനിക്ക് ബിൽഡിംഗ് പണിയുണ്ട്, അബ്കാരിയുണ്ട്, എസ്റ്റേറ്റ് ഉണ്ട്, പിന്നെ എന്തിനാടോ ഈ കടലാസിന്റെ വില പോലും കിട്ടാത്ത ഈ പത്രം കൊണ്ട് നടക്കണത്? അതുള്ളത് കൊണ്ടാണല്ലോ സാറേ കഥയിൽ മുട്ടാതെ അകത്ത് കയറാൻ കഴിഞ്ഞത്. ആ ശരി ശരി, അതൊക്കെ പോട്ടെ. ഇപ്പൊ തന്റെ വരവിന്റെ ഉദ്ദേശം എന്താ? അത് പിന്നെ ഇതിൽ വെക്കല്ലേ, ഇത് എണ്ണിതാ. അവിടെ വെക്ക്. 1 2 3 4 5 അല്ലേ? ആ അത് പോട്ടെ. എടോ താൻ ഇന്നാളെ ഒരു ബ്ലേഡിന്റെ കാര്യം പറഞ്ഞില്ലേ? ഫോറിൻ ബ്ലേഡിന്റെ അല്ലേ എന്റെ അളിയൻ ദുബായിന്ന് കൊണ്ടുവന്നത്? സാറിന് വേണോ? എന്തിനാ? കഴുത്തറുത്ത് ചാവാനാ? എടോ ബ്ലേഡ് കമ്പനി. ഓ, ദേവസ്യാന്റെ ബാങ്ക്. ഏത് ദേവസ്യേട്ടൻ? ഗോപുരം ചിറ്റ് ഫണ്ട്സിന്റെ ഉടമസ്ഥൻ, ഞങ്ങളുടെയൊക്കെ ദൈവം. ദൈവോ? അതെ, ലേലത്തിനൊക്കെ പോകുമ്പോ 10 20 ലക്ഷം മറക്കണമെങ്കിൽ അയാളെ ഉള്ളൂ. ചെവി അയാളുടെ ഇടപാടെങ്ങനെയാ വിശ്വസിക്കാവോ? ഭംഗി വാക്ക് പറയല്ല, എന്നേക്കാൾ വിശ്വസിക്കാം. താൻ അയാളെ ഒന്ന് വിളിച്ചു പറ, എനിക്ക് അയാളെ ഒന്ന് കാണണം. ഇപ്പൊ തന്നെ പറഞ്ഞേക്കാം. പേടിക്കാനൊന്നുമില്ലെന്നേ. ഇല്ലല്ലേ? ഇല്ല. വന്നു എന്നാ തോന്നണേ. കർത്താവെ, മാല വാങ്ങാൻ പോയ കുരിശിനെ കാണാനല്ലോ. അപ്പാ ക്ഷമിക്കണട്ടാ, ആ വാതിൽ തുറന്നു കൊടുത്തേ. വാ. വളരെ പെട്ടെന്നായി പോയിട്ടാ. ഇത്തിരി മുമ്പ് അറിയിച്ചിരുന്നെങ്കിൽ താലിപ്പിലും കൂടി അറേഞ്ച് ചെയ്യായിരുന്നു. എന്നാ പിന്നെ ഒരു ചെണ്ടകൊട്ടി പരസ്യം കൂടി ആവായിരുന്നില്ലേ? ഒരു വെടിക്കെട്ടും 4 അമുട്ടും ആവായിരുന്നു. മിനിസ്റ്ററുടെ രഹസ്യ വരവല്ലേ ദിവസേട്ടാ, അതുകൊണ്ടല്ലേ വീട്ടിൽ വന്ന് കാണുന്നേ, അല്ലെങ്കിൽ ബാങ്കിൽ വരില്ലായിരുന്നോ? ഇങ്ങോട്ട് വന്നോളൂ, ഇങ്ങോട്ട് വന്നോളൂ, ഇങ്ങോട്ട് വന്നോളൂ. ഇരിക്കൂ, ഇരിക്കൂ. കൃഷ്ണന്റെ സ്വന്തം ആളാ. നിങ്ങളെ കുറിച്ച് വലിയ അഭിപ്രായം പറഞ്ഞപ്പോ നേരിട്ട് കണ്ടുകളയാന്ന് വിചാരിച്ചു. നമ്മുടെ മഹാഭാഗ്യം എന്നല്ലാണ്ട് എന്താ പറയാ. നിങ്ങളുടെ ഈ എന്താ അതിന്റെ പേര്? ഗോപുരം ചിറ്റ് ഫണ്ട്സ് എന്നാണ്. ആ, എന്നാ തുടങ്ങിയത്? 1115 അപ്പന്റെ അപ്പനായിട്ടാണ് കമ്പനി തുടങ്ങി. അന്ന് തൃശ്ശൂർ പേരൂർ കുറീസ് ക്ലിപ്റ്റ് എന്നായിരുന്നു പേര്. ആയിരിക്കണ അപ്പാപ്പന്, അതിന്റെ അടുത്തിരിക്കണ അപ്പന്, അപ്പനായിട്ടാണ് കമ്പനി വലുതാക്കി. നമ്മളത് ഏറ്റെടുത്തപ്പോ കമ്പനിയുടെ പേര് മാറ്റി ഗോപുരം ചിറ്റ് ഫണ്ട്സ് എന്നാക്കി. അതേതായാലും നന്നായി. ഗോപുരം എന്ന് പറയുമ്പോ ഉയർച്ചയാണല്ലോ. പേര് മാറ്റി വെച്ചിട്ട് പാരമ്പര്യത്തിന് കുറവില്ലാട്ടാ. മറ്റുള്ള ബ്ലേഡ് കമ്പനികളൊക്കെ ഡുംന്ന് പൊട്ടിപ്പോ എങ്ങനെ പൊട്ടിപ്പോ? ഡുംന്ന് പൊട്ടിപ്പോ. എവിടെ വീട്? വീട് തൃശ്ശൂരിന്. ആ. ഡുംന്ന് പൊട്ടിപ്പോ ഈ ഗോപുരം ചിറ്റ് ഫണ്ട്സ് ആണ് പിടിച്ചു നിന്നേ. 24 അവേഴ്സിനുള്ള പൈസ മുഴുവൻ മടക്കി കൊടുക്കും ഡെപ്പോസിറ്റേഴ്സ് ഞാനൊരു പരസ്യം കൊടുത്തു. ഒറ്റെണ്ണം വന്നില്ല. എന്തുകൊണ്ട് കാരണം എനിക്കറിയില്ല. ആ, സ്വിസ് ബാങ്കിനൊക്കെ വിശ്വാസം നമ്മുടെ കമ്പനി. സാറിനത് ബോധ്യാവും. എനിക്ക് ബോധ്യപ്പെട്ട തനിക്ക് നല്ലത്. അപ്പോ കാശിനി 3-4 മാസം കഴിഞ്ഞല്ലേ ആവശ്യം വരുള്ളൂ? അതെന്താ 3-4 മാസം കഴിഞ്ഞ എന്റെ മക്കളുടെ കല്യാണം ഉണ്ടാ? അതല്ല, തെരഞ്ഞെടുപ്പ്. തെരഞ്ഞെടുപ്പിനുള്ള പണമൊക്കെ ഞാൻ നാട്ടിൽ നിന്ന് പിരിച്ചോളാം. എന്നും ഈ രാഷ്ട്രീയം കൊണ്ടുകൊടുക്കാൻ പറ്റുമോ? ഇതൊക്കെ പിൽക്കാലത്തേക്കുള്ളൊരു സുരക്ഷിതത്വം. അത് വേണം. ആ, പിന്നൊരു കാര്യം, എനിക്ക് തന്റെ ബാങ്കിൽ നിക്ഷേപം ഉണ്ടെന്നുള്ളത് ഞാനും താനും ഈ കൃഷ്ണനും മാത്രമേ അറിയാൻ പാടുള്ളൂ. 4മതൊരാൾ അറിഞ്ഞാൽ അയ്യോ, അത് പിന്നെ നമുക്ക് അറിഞ്ഞൂടെ. പിന്നെ ഇത് മാത്രം ആക്കണ്ടാട്ടാ. ഇനി നമ്പർ 2 ഉണ്ടെങ്കിൽ അത് സ്വന്തമാവണമെന്നില്ല. ബന്ധുക്കളോ സുഹൃത്തുക്കളോ ആരായാലും നമ്മുടെ അടുത്തേക്ക് അയക്കണട്ടാ.